ഇനി നമുക്ക് കൂർക്ക ഇറച്ചിക്കറി വയ്ക്കുന്ന രീതിയിൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കൂർക്ക നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി എടുത്തതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മീറ്റ് മസാല. പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. 2 വിസിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ഞാൻ. കുറച്ച് വേവ് അധികമുള്ള കൂർക്കയാണ്. രണ്ട് വിസിൽ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ കൂർക്ക വേവിച്ചെടുത്തേക്കുന്നതുണ്ടാവും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം 2 വിസിലൊക്കെ ആകുമ്പോഴത്തേനും കൂർക്ക വെന്ത് വരും. ഇനി നമുക്കിത് ഒന്ന് വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒലത്തിയെടുക്കാം. ഇപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് നമ്മൾ കൂർക്ക വറുത്തെടുക്കുമ്പോൾ. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. കൂർക്കയിലെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് ഇതാ ഒലത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് തന്നെ നോക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.